താരസംഘടനയായ അമ്മയെ ഇനി വനിതകൾ നയിക്കും. പ്രസിഡന്റായി ശ്വേതാ മേനോൻ, ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരൻ, വൈസ് പ്രസിഡന്റുമാരായി ലക്ഷ്മി പ്രിയയും ജയൻ ചേർത്തലയും, ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ ഹസൻ. അമ്മ ഒരു സ്ത്രീയാകണം എന്ന് പറഞ്ഞു. ഇതാ അമ്മ സ്ത്രീയായി എന്ന് ശ്വേതാ മേനോൻ. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുമെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു. താങ്ക് യു ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാണ്. സ്പെഷ്യലി ഒരു വർഷത്തിന് 2 ജനറൽ ബോഡി നടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിലവാണ്. പക്ഷേ ഐ തിങ്ക് 298 മെമ്പേഴ്സ് വന്നിട്ട് ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മളെല്ലാവരും നമ്മുടെ ഫുൾ ടീമായിട്ട് ഞാൻ പറയാണ് താങ്ക് യു സോ മച്ച്. അമ്മ ഒരു സ്ത്രീ ആവണം എന്ന് പറഞ്ഞു, ഇതാ ഒരു സ്ത്രീയായി. ഇനി നിങ്ങൾ നമ്മുടെ മെമ്പേഴ്സിനെ പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. അമൽനാഥുണ്ട് വിശദാംശങ്ങളുമായി. അമൽ, 30 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പുതിയ ചരിത്രം അമ്മ എന്ന താരസംഘടനയ്ക്കുണ്ടാകുന്നത്. എല്ലാ പ്രധാന ചുമതലകളിലും സ്ത്രീകൾ എത്തിയിരിക്കുകയാണ്. അമ്മ അക്ഷരാർത്ഥത്തിൽ അമ്മയുടെ പ്രതിനിധിയായി മാറുന്ന ഒരു കാഴ്ചയായി നമ്മളിവിടെ കാണുന്നു. ഇതൊരു മാതൃകാപരമായ തുടക്കം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അവിടെ നിന്നുമാണ് അമൽ നമ്മളോടൊപ്പം ചേരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ. സിന്ധുരെ, തീർച്ചയായും അമ്മ എന്ന താരസംഘടനയ്ക്ക് ഒരമ്മയെ കിട്ടിയിരിക്കുന്നു എന്ന രീതിയിലായിരുന്നു ഇത്തരത്തിൽ ഈ പ്രതികരണങ്ങളൊക്കെ എടുത്ത സാഹചര്യത്തിൽ എല്ലാ താരങ്ങളും നിലവിൽ സൂചിപ്പിച്ചിരിക്കുന്നു. അതായത് ഒരു വനിതാ പ്രസിഡന്റ് ഈ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു, വനിതാ താരം ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്നുള്ളതാണ്. താരസംഘടനയായ അമ്മയ്ക്ക് ഇനി ഒരു പുതിയ നേതൃത്വം വന്നിരിക്കുകയാണ്. 30 വർഷത്തിനിടയിൽ ആദ്യമായി താരസംഘടനയായ അമ്മയുടെ എല്ലാ പ്രധാന ചുമതലകളും വഹിക്കുന്നത് സ്ത്രീകളായി മാറിയിരിക്കുന്നു. വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് അമ്മ എന്ന ഈ സംഘടനയ്ക്ക് ഇപ്പോൾ സ്ത്രീകൾ നയിക്കുന്ന ഒരു നേതൃത്വം ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിൽ മാതൃകയായി മാറുന്ന ഒരു കാഴ്ചയാണ്. അതിനോടൊപ്പം തന്നെ ഈ പുതു നേതൃത്വം എങ്ങനെയാണ് ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോവുക, ഏതൊക്കെ രീതിയിലുള്ള പ്രതിസന്ധികൾ ഇവർക്ക് നേരിടേണ്ടി വരും എന്ന് തുടങ്ങുന്ന ചോദ്യങ്ങളും ഉയർന്നു കേൾക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി ശ്വേതാ മേനോൻ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരൻ, വൈസ് പ്രസിഡന്റുമാരായി ലക്ഷ്മി പ്രിയയും ജയൻ ചേർത്തലയും, ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ ഹസനുമാണ് ഇപ്പോൾ നേതൃസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. ഒരിക്കൽ കൂടി അമൽനാഥ് നമ്മളോടൊപ്പം ചേരുകയാണ്. അമൽ പറഞ്ഞു നിർത്തിയത് ഇത്തരത്തിലൊരു വലിയ മാറ്റമായി, ഒരു ചരിത്രമായി ഈ ഒരു പുതിയ നേതൃത്വം മാറുന്നു എന്നതിനെ കുറിച്ചായിരുന്നു. തുടരുക. സിന്ധുരി, തീർച്ചയായും അതായത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ഈ സിനിമാ ലോകത്തു നിന്നും കേട്ട വാർത്തകൾ അതൊക്കെ തന്നെ സ്ത്രീകൾക്കെതിരെയുണ്ടാവുന്ന അതിക്രമങ്ങളെക്കുറിച്ചൊക്കെ തന്നെയാണ്. അതുതന്നെയാണ് ഇവിടെ പലപ്പോഴും ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നമ്മൾ ഇവിടുന്ന് പ്രതികരണങ്ങളൊക്കെ തേടിയ സമയങ്ങളിൽ എല്ലാവരും സൂചിപ്പിച്ചതും അതുതന്നെയാണ്. ഇത്തരത്തിൽ ഈ വനിതകൾ ഈ അമ്മ എന്ന സംഘടനയുടെ തലപ്പത്തേക്ക് എത്തുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ മത്സരിച്ച് വിജയിക്കുന്നു, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരൻ മത്സരിച്ച് വിജയിക്കുന്നു, ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലക്ഷ്മി പ്രിയ മത്സരിച്ച് വിജയിക്കുന്നു, അൻസിബ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എതിരില്ലാതെ മുന്നേ തന്നെ വിജയിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ എല്ലാവരും ഈ വനിതകൾ ആകുന്നതോടുകൂടി തന്നെ ഈ സംഘടനയ്ക്കകത്തുള്ള വനിതകൾക്ക് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷിതത്വമാകും ലഭിക്കുക എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ തന്നെയായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഈ താരസംഘടനയിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു. അതൊക്കെ ഈ സ്ത്രീകൾക്കെതിരുണ്ടായിരുന്ന അടിച്ചമർത്തലുകളെ കുറിച്ചൊക്കെ തന്നെ ഒരു പുരുഷ മേധാവിത്വം ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഈ സംഘടനയ്ക്കകത്തുണ്ടായിരുന്ന എല്ലാ വനിതാ സിനിമാ താരങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനൊക്കെ ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് പോകും എന്ന വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോൾ ഈ സംഘടനക്കകത്തുള്ള എല്ലാവർക്കും ഉള്ളത്, പ്രത്യേകിച്ച് വനിതകൾക്ക് ഉള്ളത് എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇനി 3 വർഷക്കാലത്തേക്ക് ശ്വേതാ മേനോൻ്റെ നേതൃത്വത്തിലാകും ഈ സംഘടന മുന്നോട്ട് പോവുക. അപ്പോൾ ഈ വനിതകൾക്ക് അവർക്ക് നീതി ലഭിക്കും എന്ന വലിയ പ്രതീക്ഷ കൂടിയുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഈ അടിച്ചമർത്തലുകൾ അല്ലെങ്കിൽ വനിതകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് തന്നെ ഈ പ്രസിഡന്റിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ അവർക്ക് വേണ്ടി വാദിക്കുവാനുള്ള ഒരു അവസരം കൂടി ലഭിക്കും, അല്ലെങ്കിൽ അത്തരത്തിൽ വാദങ്ങളുമായി അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും എന്ന വലിയൊരു ആത്മവിശ്വാസം നിലവിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ, അതായത് ഇന്നായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് ഏകദേശം 10 മണിയോടുകൂടിയാണ് ആരംഭിച്ചത്. അതിനു മുന്നേ തന്നെ എല്ലാവരും ഈ വോട്ടെടുപ്പിൻ്റെ ഭാഗമായി ഇവിടേക്ക് എത്തുമ്പോൾ അവർ ഒരുപക്ഷെ പറയാതെ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഈ ശ്വേതാ മേനോൻ വിജയിച്ചു കയറട്ടെ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും അവർ പറയുമ്പോൾ അവരുടെ വാക്കുകളിൽ നിന്ന്
നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ആ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ 159 വോട്ടിന് ശ്വേതാ മേനോൻ വിജയിച്ച് കയറുകയായിരുന്നു. ദേവനായിരുന്നു ശ്വേതാ മേനോനെതിരെ മത്സര രംഗത്തുണ്ടായിരുന്നത്. അതേസമയം ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തെ രവീന്ദ്രനായിരുന്നു കുക്കു പരമേശ്വരനെതിരെ മത്സര രംഗത്തുണ്ടായിരുന്നു. അവിടെയും വാശിയേറിയ മത്സരം തന്നെയാണ് കാണാൻ വേണ്ടി സാധിച്ചത്. എന്ത് തന്നെയായാലും നിലവിൽ ഈ ഫലപ്രഖ്യാപനം പുറത്തു വരുമ്പോൾ ഈ അമ്മ എന്ന താരസംഘടനയ്ക്ക് ഒരു അമ്മയെ ലഭിച്ചിരിക്കുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ വിജയിച്ചു കയറിയിരിക്കുന്നു. അതെ, വ്യക്തമാണ്. അമൽനാഥാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്.